ഹൃദയത്തെ നിയന്ത്രിക്കാൻ അതിലുള്ള മന്ത്രിമാരാണ്, അതിലുള്ള സെക്രട്ടറിമാരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൽ മുദബ്ബിറാത്തി അംറാ. ലോകത്തിനെ നിയന്ത്രിക്കുന്നവർ ആ ആളുകൾ അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മൗത്തിന്റെ ശേഷവും നിയന്ത്രിക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ബഹുദൈവ വിശ്വാസിയും ഒരു കാഫിറും പറയാത്ത രണ്ട് വാദങ്ങളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അതും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ തെളിവ് ഉദ്ധരിച്ചുകൊണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് അള്ളാഹു അല്ല ലോകത്തിന്റെ മുഴുവനും കൈകാര്യകർത്തം, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നുള്ളത് മനുഷ്യരാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അത് ഔലിയാക്കന്മാരാണ്, അവർ ജീവിതകാലത്തും മരണശേഷവും ലോകം മുഴുവനും നിയന്ത്രിക്കുന്നു എന്നുള്ള വാദം. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാഫിറോ ഒരു മുശ്രിക്കോ ഇത്തരം ഒരു വാദം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം അബൂജഹലും കൂട്ടരും പോലും പറഞ്ഞിരുന്നുള്ളത് ലോകം മുഴുവനും നിയന്ത്രിക്കുന്നുള്ളത് അള്ളാഹു ആണ് എന്ന്. സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതുപോലുള്ള ഒരു ശിർക്കൻ വാദം, ഒരു കുഫ്രൻ വാദം, ഇതുപോലുള്ള ഒരു ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു വാദം ലോക ചരിത്രത്തിൽ ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഇദ്ദേഹമാണ് കോട്ടപ്പുറത്ത് വെച്ച് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ തെളിവോതിയത്. അതുപോലെ തന്നെ അള്ളാഹു അല്ല ലോകം നിയന്ത്രിക്കുന്നത്, മരിച്ചുപോയ ഔലിയാക്കന്മാരാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത്, അവർ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മരണത്തിന് ശേഷം നിയന്ത്രിക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിനെതിരായി ആയത്ത് പാരായണം ചെയ്ത വ്യക്തിയാണ്. ഇതുപോലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇദ്ദേഹം ആരാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.